കഥകൾ, കവിതകൾ, അക്ഷര നടനങ്ങൾ, കൽപ്പനാ വൈഭവ സൗഹൃദങ്ങൾ, നിറഭേദമില്ലാതെ നിറഞ്ഞ കൂട്ടായ്മയാ കൈരളി നിൻ സ്വരം സർഗസ്വരം. നിറകുടമായി നിറഞ്ഞു നിൽക്കും ഈ ഭൂമിയിൽ നിറദീപമായി തെളിഞ്ഞു നിൽക്കും പ്രകാശം. സൂര്യകിരണങ്ങളിൽ തട്ടി മുത്തുമണികളാൽ ശോഭിക്കുമെന്നുമെൻ ഭുവനേശ്വരി. അമ്മയുടെ മുലപ്പാലിനമൃതം നുണയുവാൻ കൽപ്പാന്തകാലത്തോളം പിറന്നു വീഴും മക്കൾക്കമൃതമായി സുലഭമായി നിറഞ്ഞു നിൽക്കുമീ ദീപം. ഈ ആത്മപ്രകാശമെന്നും തെളിയട്ടെ, ശുദ്ധജ്ഞാന സ്വരൂപം തെളിയട്ടെ എന്നും. ഈ വിശ്വസൗന്ദര്യം ആസ്വദിക്കാൻ കഴിയട്ടെ എന്നും. നിറകുടമായി ഇവിടെ വിളങ്ങട്ടെയെല്ലാം. ഈ പ്രകൃതിയാം അമ്മയ്ക്കൊരായിരം പ്രണാമം. ഈ പ്രകൃതിയാം അമ്മയ്ക്കൊരായിരം പ്രണാമം. ഇന്ന് ശ്രീ പുറത്തൂർ ശ്രീധരന്റെ ഹൃദ്യകാണ്ഡം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഒരു കാവ്യപുസ്തകത്തിന്റെ പ്രകാശനം എന്തുകൊണ്ടും പ്രാധാന്യമുള്ളതാണ്. ഇന്ന് കവിത സാർവത്രികമാണ്. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന സാഹിത്യ രൂപവും കവിതയാണ്. പക്ഷേ മലയാള കവിതയ്ക്ക് എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് കവിത വായിക്കുന്നവർ വളരെ വിരളമാണ്. എഴുതുന്നവർ പോലും സ്വന്തം കവിത വായിക്കാത്ത അവസ്ഥയുണ്ട്. നല്ല കവിത എവിടെ, എങ്ങനെ എന്നുള്ളൊരു അന്വേഷണം തന്നെ നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ആർജിച്ച അദ്ദേഹത്തിന്റെ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഈ കവിതയിൽ നിന്നാണ് ഇന്ന് ഈ ഹൃദ്യകാണ്ഡം എന്ന കവിതകൾ, അതിലുള്ള മണിമുത്തുകൾ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ ഇന്ന് പുസ്തക രൂപമാക്കി പ്രകാശിതമാകുന്നത്. ഏതായാലും ഈ ധന്യമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നെ നിശ്ചിതം. നിങ്ങളുടെ ഒരു സ്നേഹാദരം, സർഗസ്വരത്തിന്റെ സ്നേഹാദരം ഞങ്ങൾ സാറിനെ സംരംഭിക്കുക കൂടി ചെയ്യും. സർഗസ്വരത്തിന്റെ അധ്യക്ഷൻ ശ്രീ കാവ്യരാജ് ശ്രീ രാധാകൃഷ്ണൻ സാറിനെ പൊന്നാട അണിയിച്ച് ഞങ്ങളുടെ ഉപകാരമായ പുസ്തക കിറ്റ് കൊടുക്കുക. സർഗസ്വരം കുടുംബാംഗങ്ങളെ, സാഹിത്യ സഹോദരരെ, സഹപ്രവർത്തകരെ, നമസ്കാരം. ഈ സർഗസ്വരം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് 2006 20-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 26-ോടുകൂടി 19 കഴിഞ്ഞ് 20-ലേക്ക് എത്തുക. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച കുറേ എഴുത്തുകാർ, കുറേ പേര് മൺമറഞ്ഞു പോയി.
ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കുറെ പേര് ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. പല പ്രയാസങ്ങളും സ്വകാര്യമായ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മനസ്സിന് ധൈര്യം കിട്ടുന്നതിനും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് 3 മണിക്കൂർ നമ്മൾ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്നിച്ചിരുന്ന് കൂടുക എന്നുള്ള ആ യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ് ഈ സംഘടന രൂപം കൊണ്ടത്. മഹാന്മാരായ എഴുത്തുകാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ സാധാരണക്കാരായ എഴുത്തുകാരെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. അങ്ങനെ വന്നപ്പോഴാണ് തിരിച്ചറിയണമല്ലോ. അങ്ങനെയാണ് സർഗസത്തിന് മുൻപ് നേരത്തെ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ കാവ്യമാലിക എന്ന് പറഞ്ഞ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കാരണം അന്ന് പുറത്തൂർ ശ്രീധരനും ജോയ് ചെറുമ്പലും ഞാനും കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഇന്നൊരു ആശയം വരികയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി കവികളൊന്ന് വിളിച്ചു കൂട്ടിയാലോ. കവിത എഴുതുന്നവർ ധാരാളമുണ്ട്. അന്ന് ഇത്രയില്ല കേട്ടോ, 20 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ്. അങ്ങനെ കൂടിയപ്പോഴാണ് നമുക്കൊരു കവി സമൂഹത്തെ അങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ആലോചിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കാവ്യമാലിക എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിന്റെ പ്രഥമ സെക്രട്ടറിയായിട്ട് ശ്രീ പുറത്തൂർ ശ്രീധരനും ട്രഷററായിട്ട് ശ്രീ ജോയ് ചെറുമ്പലും അതിന്റെ ചെയർമാനായിട്ട് ഞാനും അങ്ങനെ ഞങ്ങളെ കൂട്ടുകെട്ട് മുന്നോട്ട് പോവുകയാണ് ഈ നിമിഷം വരെ. അതിന്നും നടത്തിക്കൊണ്ടു പോരുവാൻ സഹായിച്ച എല്ലാ സഹപ്രവർത്തകരെയും ഇവിടെ സ്മരിക്കുകയാണ്. 10-40 പ്രഗത്ഭര്, മഹാകവി അക്കിത്തം തൊട്ട് KK യതീന്ദ്രൻ വരെ ഈ സംഘടനയിൽ പ്രഭാഷണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നിരവധി എഴുത്തുകാർ നമ്മുടെ ഈ സംഘടനയുടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ മൺമറഞ്ഞവരുമുണ്ട്, ഇപ്പോൾ ജീവിച്ചിരുന്ന എഴുതിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഇപ്പോഴും യുവാക്കളായ കവികളുണ്ട്, വൃദ്ധരായ കവികളുണ്ട്, വിദ്യാർത്ഥികളായ കവികളുണ്ട്. എല്ലാവരും ചേർന്നതാണ് ഈ സർഗസ്. നമസ്കാരം. അങ്ങനെ വിവാഹകർമ്മം കഴിഞ്ഞു. ഇനി ബാക്കി അതിന്റെ അനുഗ്രഹങ്ങൾ എത്തിച്ചാൽ കൊടുക്കാം. ഇദ്ദേഹം കവി എന്റെ നാട്ടുകാരനും സുഹൃത്തും ആണ്. എന്നാൽ അതുകൊണ്ടാണോ ഇത് പുസ്തകം പ്രകാശിപ്പിക്കാൻ ഞാൻ അങ്ങനെ പോകുന്നത് ചോദിച്ചാൽ അല്ല. നാട്ടുകാരനാണെങ്കിലും സുഹൃത്താണെങ്കിലും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് നല്ലതാണെന്ന് പറയാൻ വരണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും അത് എന്ത് കാര്യമാണോ. ഇദ്ദേഹത്തോട് അത് ചോദിക്കേണ്ടി വന്നില്ല. അദ്ദേഹം കവിത എനിക്ക് നേരത്തെ അയച്ചു വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം എഴുതാറുള്ളത് ഞാൻ നേരത്തെ കാണാറുണ്ടായിരുന്നു. ഇത് കവിതയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഈ പുസ്തകത്തില് ഏതെങ്കിലും 2 വരി കവിതയല്ല എന്ന് ആരെങ്കിലും എനിക്ക് തെളിയിച്ചു തന്നാൽ ഞാൻ എന്റെ ഉദ്യോഗം രാജിവെക്കാം. ഒരാളെ ഇവിടെ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ വേണ്ടാത്ത പറയുകയാണെന്ന് വിചാരിക്കരുത്, സത്യം മാത്രമാണ്. ഇത്രയും കാലം അദ്ദേഹം എഴുതിയിട്ടില്ല, ഇത്രയും കവിതകൾ എഴുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തുമാത്രം ചേറ്റി കുറിച്ചിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളതൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഇതിനെ സമീപിക്കാനുള്ള മാർഗം അതാണ് ഒരു കവിതയിലെ ഭാഷയിലെ പ്രാമുഖ്യം. ഇത് മുഴുവൻ വായിച്ചു നോക്കിക്കോളും. അതില് നമുക്ക് മനസ്സിലാകാത്ത, സാധാരണ ഒരു മലയാളിക്ക് മനസ്സിലാകാത്ത ഒരു വാക്കുണ്ടാവില്ല. പിന്നെ ഇതില് പുറത്തൂർ ശ്രീധരന്റെ അല്ലാത്ത ഒരു കവിതയില്ല.
വേറെ ആളുടെ കവിത എടുത്തിട്ട് എന്നെയാക്കി കഴിക്കാൻ ഒരു വലിയ പ്രയാസമൊന്നുമല്ല. അത് ഈ പുഴയിലെ നാട്ടിലൊക്കെ ഞാൻ നമ്മളോടൊക്കെ പുഴയിൽ കുളിക്കാൻ പോകുന്ന വൈകുന്നേരം പോകും. കുറെ കാരണന്മാരൊക്കെ കൂടി ഇങ്ങനെ വെടിമറിയാണ് സംഗതി. വെടി വെച്ചാലേ അയാൾ മരിക്കുള്ളൂ. വെടി പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. അവരെന്തൊക്കെയാ പറയാ ചില ആളുകളില്ല. ശ്രീക്കേറ്റ രഹസ്യപദമായ ഭൂമി സസ്യങ്ങളാഭൂമി കേടുകൂട മലയുണ്ട് വിളവിടുന്നു ഈ കേരളാഖ്യ വിഷയത്തിന് ദീർഘനേക്കാൾ യൂക്കേറിയും പ്രകൃതി കെട്ടിയ കോട്ട പോലെ. എങ്ങനെയുണ്ട് അത് ഗംഭീരായിട്ടോ നല്ല കവിത. അപ്പോഴാണ് ആരൊരാൾ പിന്നെ അത് ഉള്ളൂരിന്റെ ഭൂഭാഗമല്ല അതിന്റെ പദ്യല്ലേ താമര ഉണ്ടോ അങ്ങനെ ആയിക്കോട്ടെ. താമര ഇല്ലെങ്കിൽ ഇതിന്റെ കവിതയില്ലേ മനസ്സിലായോ? അഥവാ താമര ഉണ്ടായില്ല ഇരിക്കട്ടെ എന്നാ എന്റെ കവിതയില്ലേ അത്. അതുകൊണ്ട് ഞാൻ ഈ താളിലോട്ടൊന്നും പറയാത്തതിനെ വിട്ടു കുഴപ്പമില്ല. ഈ തരത്തിലുള്ള മഹാകാവ്യങ്ങളൊക്കെ ഒരുപാട് മലയാളത്തില് PSC യുടെയും ഇസ്ലാമിന്റെയും ഒക്കെ കവിതകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നേരെ തർജ്ജമ ചെയ്താൽ ഇംഗ്ലീഷില് പണ്ടൊരു തമാശ ഉണ്ടായിരുന്നു. ഞാൻ പത്രക്കാരനായി ഇരിക്കുമ്പോ ഒരു സ്ത്രീ വന്നു, ജർമ്മൻകാരിയാണ്. അവർക്ക് കുറെ ഇന്ത്യൻ സ്റ്റോറീസ് തിരകഥകൾ വേണം. അപ്പൊ അവര് കുറെ തിരകഥകള് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മലയാളത്തിലാണ്. അതൊന്ന് ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് വേണം അവർക്ക് ജർമ്മനി കൊണ്ടുവയ്ക്കുന്നത് ജർമ്മനിലാക്കാൻ. ആരോ പറഞ്ഞ് എന്നെ കണ്ടാൽ മതി കൊണ്ട് അവർ എന്നെ അന്വേഷിച്ചു വന്നതാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് 10, 15, 20 ദിവസം കൊണ്ട് ഒരു 5-10 കഥകൾ ഇങ്ങനെ രീതിയിലെ ഇംഗ്ലീഷിലാക്കി. ഞാനത് മറന്നില്ല. പിന്നെ ഒരു 10-15 ആഴ്ച കഴിഞ്ഞിട്ട് അവരൊരു കത്ത് വന്നു. Mr. Radhakrishnan, I am sorry that I could not publish the stories. ഇതൊക്കെ ഇവിടെയുള്ള കഥകളുടെ പരിഭാഷയാണ്. അവിടെയുള്ള കഥകളുടെ പരിഭാഷയാണ് കൊണ്ടുവന്ന് അദ്ദേഹം മനസ്സിലായില്ലേ കാര്യം. ഇത് പുറത്തു ശ്രീധരന്റെ കവിതയാണ്. ലോകത്ത് വേറെ എവിടെയുള്ള ആരുടെയും കവിതയല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത് വായിക്കാതെ പോയാൽ നഷ്ടം ആരുടെ ചോദിച്ചാൽ നമ്മുടെ മാത്രമാണ്, പുറത്തു ശ്രീധരന്റെ അല്ല. കാരണം അദ്ദേഹത്തിന്റെ കുട്ടിയാണ് അദ്ദേഹം അതിനെ പൊളിറ്റി വളർത്തിണ്ടാക്കി ഏതാണ്ട് അക്ഷരാഭ്യാസത്തെ കൊടുത്ത് പ്രായപൂർത്തി അവരുടെ വളർത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. പുറത്ത് അതിനെ ആർക്ക് വഴി വെളി കഴിക്കാൻ വെളി കഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ആ ആളുകളുടെയാണ്, ഇത് ഈ അച്ഛന്റെ ആളുകളുടെ കാര്യം പുറത്തുവരുന്നത്. അദ്ദേഹം അപ്പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെയിരിക്കുന്നുണ്ട്? ബാഷ്പനിരുദ്ധ ഘട്ട. ഇത് ആരാണ് കൊണ്ടുപോയിട്ട് നോക്കുന്നത് എന്ന് അദ്ദേഹം അപ്പുറത്തിരുന്ന് തൊണ്ട എഴുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതിന്റെ കവി അപ്പുറത്തിരിക്കുന്ന കവി മരിച്ചു പോയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പുറത്താണ്, നമ്മുടെ മനസ്സിന്റെ പുറത്താണ് ആലോചിച്ചിട്ട് ആ ഒരു കരുണമായ അർപ്പണബോധത്തോടുകൂടി വേണം കവിത വായിക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അച്ഛനത് കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് പറ്റില്ല, കളയാണ് നല്ലത്. എനിക്ക് വലിയ സങ്കടം. കാരണം അച്ഛന്റെ സുഹൃത്താണ് എടശ്ശേരി ഗോവിന്ദനായാലും PC കുട്ടികൃഷ്ണനും അതുപോലുള്ള മഹാത്മാക്കളൊക്കെ. അവരൊക്കെ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരാറുണ്ട്. അവർക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനോ ഉപയോഗം പറയാനോ ഞാൻ അങ്ങനെ പോകാറുണ്ട്. അപ്പൊ അവരോടൊക്കെ അച്ഛൻ കാണിക്കുന്ന ഒരു സ്നേഹവും ആദരവും കവിയോടുള്ളതാണെന്നായിരുന്നു എന്റെ വിചാരം. പിന്നെ എന്തിനാ അച്ഛൻ എന്നോട് എഴുതണ്ടെന്ന് പറയണത്? പക്ഷെ ചോദിക്കാൻ വയ്യ. കാരണം പണ്ടത്തെ കാരണന്മാരോട് അങ്ങനെ ചോദിക്കാറില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞാന്ന് ആരെയും ചോദിക്കില്ല. എന്ന് പറയുള്ളൂ. ഞാനും എന്ന് പറഞ്ഞു. പക്ഷെ ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കുറെ കാലത്തിൽ അതിനെക്കുറിച്ച് സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ പിന്നെ ഇത് ഒരു ബുദ്ധിക്കുറിച്ച് വേണ്ടാത്തതൊക്കെ ആണെങ്കിലും നല്ലതാണെങ്കിലും വേണ്ടതാണെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിന്റെ അടിയിലൊക്കെ കുറിച്ച് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇടയ്ക്ക് മാഷന്മാരൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി. പിന്നെ ഒരിക്കലും ഇതിന് ഞാനൊരു നോവൽ എഴുതി ഒരു മാതൃഭൂമി സമ്മാനം തന്നു, സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. അത് കഴിഞ്ഞ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അതെ പണ്ട് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഓർക്കുന്നുണ്ടോ?
എനിക്ക് ഓർക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരുന്നു അറിയോ? എനിക്ക് കവിയോട് ഇഷ്ടം കുറവായതുകൊണ്ടായിരുന്നില്ല, എന്നോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്ന ധാരണ വേണ്ട എന്ന കുട്ടിക്കാലത്ത് തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് എഴുതുന്നത് നല്ലതായാൽ മതി, അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണമെന്നില്ല എന്ന ഒരു തോന്നല് പണ്ടേ ഉണ്ട് എന്നർത്ഥം. ഇദ്ദേഹത്തിലും അതേ തോന്നലുണ്ട്. ഈ തോന്നലിൽ ആൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാനിത് ഒരു ഉത്പാദന വസ്തുവാണ്, ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് വിചാരിച്ച് ഇതിനെ ഭംഗിയായിട്ടുണ്ടാക്കാനും മാർക്കറ്റ് ചെയ്യാനും ശ്രമിക്കുമ്പോഴും അതിന്റെ അന്തസ്ഥാന ശ്രമിക്കുന്ന ഞാൻ അടിവരയിട്ട് ഉറപ്പിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാലോ, നമ്മൾ എപ്പോഴും ഒരു കവിത ഇഷ്ടപ്പെടുന്നത്, നമ്മളൊരു കവിത ഇഷ്ടപ്പെടുന്നത് ആ കവിതയിലെ രണ്ട് വരിയോ അല്ലെങ്കിൽ ആ കവിതയോ നമ്മൾ എത്രയോ കാലമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് പറയാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ്. ഭാവം കൊണ്ട്, അർത്ഥം കൊണ്ട്, ധ്വനികൾ കൊണ്ട് നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അത് പറയാൻ. നമ്മളിങ്ങനെ പറയണം എന്ന് വിചാരിച്ചു അതിങ്ങനെ പറയാനും ഒരു വിങ്കലും കൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഒരാള് വഴിയെ പോയിട്ട് വന്നിട്ട് ഈ കാര്യം എങ്ങനെയാണോ നമ്മൾ പറയേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെ അത് പറയണത്. എന്തായി? ആ കവിത നമുക്ക് ഇഷ്ടമായി, ആ കവിത എഴുതിയ നമുക്ക് ബഹുമാനമായി സ്നേഹവുമായി. ഇതിന് പകരം വയ്ക്കാൻ വേറെ ഒരു ഇക്വേഷനും ഇല്ല. അതുകൊണ്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാവണം കവിത എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. മനസ്സിലാകുമ്പോ എന്താ വേണ്ടെന്ന് വെച്ചാല്, എനിക്കിത് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു ഈ രീതിയിൽ, ഈ ഭാവത്തില്, ഈ ധ്വനിയില്, ഈ അർത്ഥത്തില്. പക്ഷെ എനിക്കിത് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇത് പറയുമ്പോൾ അത് എന്റെയാണ്, എന്റെ കൂടിയാണ് എന്നെങ്കിലും നമുക്ക് തോന്നും. ഇത്രയും പുസ്തകത്തിലെ ഏത് കവിത വായിച്ചാലും അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന്, ഇത് പറയുന്ന ആള് അയാളുടെ മഹിമ ഗാംഭീര്യം കാണിക്കാൻ ആർക്കും മനസ്സിലാവാത്ത വാക്കോ പ്രയോഗമോ അലങ്കാരമോ അർത്ഥമോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ വേണ്ടത് മാനുഷികമായ ഒരവസ്ഥയെ കുറിച്ചുള്ള ആലോചിച്ചിട്ട് അല്ലാതെ ഉണ്ടായ ഒരു അവബോധം, ഭാവം കൊണ്ട് വരുന്ന ഒരു അവബോധം അതുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് പണ്ട് കാലത്ത് എന്തായിരുന്നു കവിത എന്ന കാര്യം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ കാരണന്മാര് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ഒരു കവിയിലെ ഏറ്റവും പ്രാഥമികമായ യോഗ്യത എന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഭാഷ അറിയണം, കഴിഞ്ഞുപോയ മനുഷ്യരുടെ കഥ അറിയണം, ശാസ്ത്രം അറിയണം, കാവ്യം അറിയണം. ഇതിനൊക്കെ പുറമെ കവിത അറിഞ്ഞ ആളുകളുടെ അടുത്ത് അല്പം പരിശീലനം കൂടി വേണം. കാവ്യജ്ഞ ശിക്ഷ അഭ്യാസ, കാവ്യജ്ഞന്മാരുടെ അടുത്ത് ശിക്ഷയും വിദ്യാഭ്യാസവും അഭ്യാസവും പരിചയവും കൂടി ഉണ്ടായാലേ അത് പൂർത്തിയാവുള്ളൂ എന്നാണ്. അങ്ങനെയുള്ള കാര്യത്തിലാണ് ഗായി പറയുന്ന ഈ സർഗ സ്വരം എന്ന് പറയുന്ന സംഭവം. ഇതിലുള്ളവരൊക്കെ കവിജ്ഞന്മാരാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ധർമ്മങ്ങളായി വരില്ലെന്ന് ഉറപ്പാണ്. ഇവിടെയുള്ള ആരും ഇത് ഒരു തമാശ കാണാൻ വന്നതല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആവില്ല എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ വരാൻ പോകുന്നത്. തമാശ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വരില്ല. കാരണം എനിക്ക് തമാശ കാണിക്കാൻ അറിയില്ല, തമാശ കാണിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു തമാശക്കാരനാണ് 10 പേര് വിചാരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിനും എനിക്കും അവർക്ക് ഒരു തൊഴിലുണ്ട്. അതല്ല കാര്യം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ചെറിയ സദസ്സായത് എന്നുള്ളതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ വരാനുണ്ടായ സൗകര്യം എനിക്കേറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. തന്നെയല്ല, ഇദ്ദേഹം എന്റെ ഊരിന്റെ പുറത്തുള്ള ഊരുകാരനാണ്. പുറത്തൂരാണ് ഇയാള്. ഞാൻ ചമ്പറവട്ടത്തിൽ കുറച്ച് പോയി.
ഞങ്ങൾ വളരെ കുറച്ച് കണ്ടിട്ടുള്ള ഒരു ദോഷമുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ടു പഠിക്കാൻ പോയത് വിവിധ മേഖലകളിലായിരുന്നു, സ്ഥലങ്ങളിലായിരുന്നു കഴിഞ്ഞു കൂടിയത്. വർത്തമാനം പറയാനൊക്കെയുള്ള സമയം വളരെ കുറവായിരുന്നു. അപ്പോൾ കാണാൻ പറ്റുന്ന ഒരു അവസരം ഉപയോഗിക്കണം, അത് പ്രയോജനപ്പെടുത്തണം എന്നൊരു മോഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ പുസ്തകം എന്ന് പറയുന്നത് അതിനൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും കൂടിയാണ് ഞാൻ പോകുന്നത്. ഈ പ്രാർത്ഥന ഇപ്പോൾ ആവശ്യമാണ്. ആ പ്രാർത്ഥന നമുക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആ കവിത ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്തിനാണ് പ്രാർത്ഥന മേൽശ്ശേരി കൊണ്ട് പറയുകയായിരുന്നു? അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന ദൈവത്തിനോടല്ല, പ്രാർത്ഥന മാനുഷികമായ സ്വന്തം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഞാനൊരു കാര്യം തീരുമാനിക്കാൻ, അതാണ് എന്റെ പ്രാർത്ഥന. നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥന, നല്ലത് വരാൻ ഞാൻ പ്രയത്നിക്കും എന്ന തീരുമാനത്തിന്റെ ബഹിസ്ഫുരണം. മനസ്സിലായി? ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. വലിയ ഒരാളെ മുദ്രാവാക്യം വിളിക്കുന്നവരെ പറഞ്ഞിട്ട് പോയാൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അതിനായി പ്രവർത്തിക്കാൻ ഇച്ഛിക്കുന്നു, പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് കൂടി. അതുകൊണ്ട് എല്ലാവരെയും ഇത് വായിച്ചു നോക്കണമെന്നാണ് എന്റെ പ്രാഥമികമായ അഭിപ്രായം. ഞാൻ നിങ്ങൾക്ക് ആമുഖത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇയാളെ തല്ലി കൊന്നോളൂ, കുറ്റം പറഞ്ഞോളൂ, പക്ഷേ ദേവിയെ വായിക്കും ഈ കവിത എന്നാണ്. നമ്മൾ അങ്ങനെയല്ല പതിവ്. കുറ്റം പറയത് ആദ്യം കഴിയും. കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊടുത്ത സ്ത്രീയെ അമ്മായിമാരൊക്കെ കൂടി ആദ്യം കുറ്റം പറഞ്ഞ് ശരിയാക്കും. പിന്നെയാണ് അതിന്റെ ഗുണദോഷം കാര്യം വെക്കുന്നത്. നല്ലതായിരിക്കാന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അത് ഏതാണ്ട് വിഷമിച്ച് ഒന്നിനെ വീട്ടിൽ ഇറങ്ങി പോവുകയും അല്ലെങ്കിൽ കുടി മരിക്കുന്ന അവസരത്തിലേക്ക് ഏൽപ്പിക്കും. അത് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് കവിത സാർത്ഥകമാകുന്നതെന്ന് ചോദിച്ചാൽ, അത് ഇഷ്ടപ്പെടുന്ന, അത് രുചിക്കുന്ന, രസിക്കുന്ന ആളുടെ മനസ്സിലാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സൗകര്യം ഉണ്ടെന്ന് വിചാരിക്കാം, ഇല്ലെന്ന് എനിക്കറിയാം. ഈ സൗകര്യം കൊണ്ട് എന്താ കാര്യം? അത് കാണാനും കാണിലേക്ക് ഒരു കാര്യമില്ല. മനോഹരമായി പൂണ്ടു നിൽക്കുന്ന ഒരു വലിയ പൂമരം, അത് കാണാൻ ആരും ഇല്ലാതിരിക്കട്ടെ. ആ പൂമരത്തിന് കൃഷിപരമായ ഒരു പ്രയോജനം ഇല്ല. അപ്പൊ ലോകത്തിന് അർത്ഥം കൊടുക്കുന്നത് ആരാണ്? അത് കാണുന്ന ആളാണ്. ഒരു കുയിലിന്റെ പാട്ടിന് മാധുര്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. കുയിലും വിചാരിച്ചിട്ടുണ്ടാവോ? ആലോചനയൊക്കെയുണ്ട്. കുയിലിന്റെ പാട്ടിന് മാധുര്യമുണ്ടെന്നല്ല കുയില് വിചാരിക്കുക. എന്റെ ഇണയെ കണ്ടുകിട്ടാൻ പോകുമ്പോൾ സന്തോഷിക്കുക. കാരണം മാധുര്യം നമ്മൾ നോക്കാറില്ല. അപ്പൊ മാധുര്യം വർണ്ണിക്കാൻ മാത്രമാണ്. ഇതിന്റെ ഭാവത്തിലേക്കല്ല നമ്മൾ പോണെങ്കിൽ ഒരു മാധുര്യത്തിന്റെ വർണ്ണന മാത്രമായിട്ട് ഇത് അവസാനിക്കും. ഒരുപാട് പേർക്ക് ഒരുപാട് സമയങ്ങളിൽ മനസ്സിന് ആശ്വാസം പറയാനുള്ള മരുന്നാവട്ടെ. മഹാരോഗത്തിന് മരുന്നിനുള്ളതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥയിലെ ദുര്യോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് കവിത എന്ന് ഓർത്തുകൊള്ളുക. എന്താണോ മഹാരോഗത്തിന് എങ്ങനെയാണോ മരുന്നായി തീരുന്നത്, അതുപോലെയാണ് മാനുഷികാവസ്ഥയിലെ മഹാ അസ്വാസ്ഥ്യങ്ങൾക്ക് കവിത മരുന്നാകുന്നത് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ നമുക്ക് നമ്മുടെ കവിത കൊണ്ടും ആസ്വാദന ശേഷി കൊണ്ടും കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി ഒരിക്കലും തൃശ്ശൂർ പ്രസ് ക്ലബിൽ എന്ന് പറയാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയത് വരുന്നുണ്ടാവില്ല. 87 വയസ്സായി. എത്ര കാലം ഉണ്ടാവും നിശ്ചയില്ല. അത്ര കാലം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ഉണ്ടാവും പറയുന്നതിന് എനിക്ക് ഇഷ്ടമില്ല, സന്തോഷമില്ല. അതുകൊണ്ട് ഇതിന് വീണ്ടും പറയില്ല. വീണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമല്ല. ഓരോരുത്തർ പറഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് ഫലമുണ്ടെങ്കിൽ ഈശ്വര, നല്ലത് ഇല്ലെങ്കിൽ ഇല്ല, ഞാൻ ചെയ്തിട്ടേ. ഇനി ഒരു കുട്ടിക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചവരും ഇതൊക്കെ കേട്ടിരുന്നതിനും എല്ലാവർക്കും എന്റെ അങ്ങനെയുള്ള നന്ദിയുണ്ട്. ഇനി വരികയാണെങ്കിൽ വൈകാതെ വരാം എന്ന് ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്യാം. ഹൃദയകാണ്ഡം എന്ന ഈ കവിത സ്വീകരിക്കാൻ എന്നെ തിരഞ്ഞെടുത്ത ശ്രീ പുറത്തൂർ ശ്രീധരൻ സാറിനെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, അത് ഒരു വിശിഷ്ട കരങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു.
ആ ഭാഗ്യത്തിനും ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ പുറത്തൂർ ശ്രീധരൻ സാർ കവിതകൾ എഴുതുമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ ഹൃദയകാണ്ഡം എന്ന ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ വായിച്ച് തുടങ്ങിയപ്പോഴാണ് കാമ്പുള്ള കവിത്വം കൊണ്ട് അനുഗ്രഹീതനായ കവിയാണ് ശ്രീ പുറത്തൂർ ശ്രീധരൻ സാർ എന്ന് എനിക്ക് മനസ്സിലായത്. ഈ പുസ്തകം വായിക്കുന്നവർക്കറിയാം അദ്ദേഹം അത്രയും കരുത്തുറ്റ കാമ്പുള്ള കവിതകളുടെ രചയിതാവാണ് എന്നുള്ളത്. നമ്മുടെ പുറത്തൂർ ശ്രീധരൻ അവരുടെ അദ്ദേഹം 101 കവിതകള് ഇപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം ഒരു ചരിത്ര പുസ്തകം എഴുതണമെങ്കിൽ നമ്മൾ മറ്റു പല ചരിത്ര പുസ്തകങ്ങളും പഠിക്കണം. കേരളത്തിന്റെ ചരിത്രം അതിഗംഭീരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം ഐച്ചാൻസി തന്നെയാണെന്ന് തോന്നുന്നു അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഐച്ചാൻസി വർഗീസ് നിന്ന് വരാതെ പോയ കഷ്ടമായി പോയി എന്ന് തോന്നുന്നു ഇപ്പം. ഏതായാലും അങ്ങനെ മറ്റൊന്നും റെഫർ ചെയ്യാതെ ഹൃദ്യമായ കവിതകൾ ഹൃദയകാണ്ഡത്തിലൂടെ നമ്മുടെ മുന്നിൽ എത്തിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്ക് 2-3 ദിവസം മുമ്പ് അയച്ചു തന്നു. പക്ഷെ വളരെ കുറച്ച് വായിക്കാൻ പറ്റുള്ളൂ. അത് ഈ സന്ദർഭത്തിന് വളരെ യോജിച്ചതായി കുറച്ച് വായിച്ചു. പിന്നെ ഇദ്ദേഹം പുറത്തൂർ ശ്രീധരനാണ്. ഈ കവിത വായിച്ചപ്പോ എനിക്ക് തോന്നി അദ്ദേഹം അകത്തൂർ ശ്രീധരനാവേണ്ടതാണ്. കവിത വായിക്കണേ ഈ മനുഷ്യ മനസ്സിന്റെ അകത്ത് കിടക്കണമല്ലോ. അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ പേരില് വേണ്ടതാണെന്ന് തോന്നുന്നു. പുറത്തൂർ ശ്രീധരൻ ഇത് ഏറ്റവും അടുത്ത ആത്മാർത്ഥതയുള്ള സുഹൃത്താണ്. വല്ലപ്പോഴൊക്കെ ഇത് ഫോണിൽ സംസാരിക്കും, അതുപോലെ വല്ലപ്പോഴൊക്കെ വെച്ച് കാണും. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ കാണും, അത്രയൊക്കെ ഉണ്ടാകാറുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം എനിക്ക് ഏറ്റവും എന്റെ ഹൃദയത്തിനോടടുത്ത ഒരു വ്യക്തിയാണ്. പിന്നെ ശ്രീധരന്റെ ഈ പുസ്തകം ഹൃദയകാണ്ഡം വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനത് ഇവിടെ വന്ന് ഏകദേശം പറഞ്ഞ് മറിച്ച് നോക്കി, അത്രയും എനിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ചില വരികളെല്ലാം സ്ട്രൈക്ക് ചെയ്യുന്ന വരികളുണ്ട്. ഒരു പുസ്തകം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അതൊന്ന് അറിയാന് അത് മുഴുവനായിട്ട് വായിക്കണമെന്നുണ്ടല്ല. ഇതൊക്കെ ഒന്ന് മറിച്ച് നോക്കിയാലും നമുക്ക് അറിയാം അത്രത്തോളം വരികളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പത്തെ ചില പുസ്തകങ്ങൾ അറ്റക്കേണികൾ ചില പുസ്തകങ്ങൾ ചില കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കറ തീർന്ന കാണിച്ചുകൊടുക്കിയ വാക്കുകൊണ്ടാണ് അദ്ദേഹം കവിത. വലിയ നീളമില്ലാത്ത കവിതകള് അതിന്റെ 2 പേജുള്ള കവിതകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ എനിക്കതിന്റെ സാഹിത്യ ഭാഷയിലൊന്നും പറയാൻ എനിക്ക് അറിയില്ല. എങ്കിലും അതിൽ വരച്ചു വെച്ചിട്ടുള്ള ബിംബങ്ങള് അതിന്റെ വർണ്ണചാർത്തുകൾ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. വളരെ ഗാംഭീര്യമുള്ളതാണെന്ന് ഒരു സാധാരണക്കാരനെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. കവിതയുമായിട്ട് വലിയ പരിചയമില്ല, അല്ലെങ്കിൽ ആ ഈ മേഖലയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതില് ഒരു ചലച്ചിത്രത്തിൽ എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ആധികാരികമായിട്ടുള്ള സംഭവങ്ങൾ വരെ വളരെ തീക്ഷ്ണമായ ശൈലിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിണ്ണിൽ തൊടുതാരക പോലെ ഉടവും ഉള്ളോൻ പാടും ഉള്ളോൻ പാടുവീണവും ചേർന്നോരെന്റെ മലയാൾ മതൻ മഞ്ജു സംഗീതം പോലെ ന്യായം പുലമ്പും കിളിപ്പെണ്ണിൻ കൊഞ്ചൽ പോൽ എങ്ങാത്മാവിൽ തുളുമ്പും കവിതേ നീ എന്നിലുള്ളപ്പോൾ എന്തു കളവായി പറയുന്നു സഫലം മമ ജന്മം. വേദനയൊക്കെയും ചൂളയാക്കിയിടുന്ന ദേഹവിളക്കാണെന്നമ്മ, ദേഹവിളക്കാണെന്നമ്മ. സ്നേഹവാത്സല്യങ്ങൾ കെട്ടിപ്പടുത്തോരു ഗേഹമാണെന്നുടെ അമ്മ.
വേദനയൊക്കെയും ചൂളയാക്കിയിടുന്ന ദേഹവിളക്കാണെന്നമ്മ, ദേഹവിളക്കാണെന്നമ്മ. ഓർത്തിരിക്കാനായി ഒന്നുമില്ലെങ്കിലും ഓർക്കണം നിങ്ങളൻ വാക്കുകളെങ്കിലും. ഓർക്കാമെനിക്കൊപ്പം എന്റെ കർമ്മങ്ങളും ഓർമ്മകളല്ലോ ഈ മാനുഷ സംസ്കൃതി. ജീവിതമെന്നതു ഹ്രസ്വകാലം മാത്രം, ജീവിച്ചിടുന്നതും താങ്കൾ തന്നെയും. ജീവിതത്തിൻ ലക്ഷ്യം വ്യത്യസ്തമായിടാം, ജീവിതമോരോ ശില പോലെയാകണം. 7-8 കുഞ്ഞുങ്ങൾക്കക്ഷരം വിളിച്ചെഴുതി പഠിപ്പിച്ചാൽ പ്രിൻസിപ്പലായി. ഒരു മുറിക്കുള്ളിലെ ക്ലാസും നളന്തയെന്ന് അറിയിപ്പു കാട്ടും പ്രഹസനങ്ങൾ പുകയുകയാണുള്ളിൽ. ദുരൂഹമാം ആർഭാടത്തികവിന്റെ ഏറ്റം പുറംപോലായി. നെടുതായ കടകളിൽ ഡിസ്കൗണ്ടിലാദായം, പൊടി പൊടിക്കും വസ്ത്രവാണിഭങ്ങൾ. പടകാരവങ്ങളും മേൽക്കുമേൽ വിളികളും ശകട ശബ്ദങ്ങളും കൂത്തരങ്ങും. അനുദിനം ഭാഗ്യ പരീക്ഷണോന്മത്തരായി ജനസേവനത്തിന്റെ വീർപ്പുമായും ഇടനിലക്കാരായും കവലയിൽ കാവലായി കടലാസു ടിക്കറ്റ് വിൽക്കുവോരും പാവമാം നരകിടത്തലയിൽ ധരിക്കുന്നു പേരുകൾ, ജനായത്തം ശോണിതം കുടിക്കുന്നു. ഉല്ലസിക്കുന്നു പരവൃക്ഷ ശാഖയിൽ പ്രാതരക്ഷികൾ, ഇരുന്നിത്തിക്കണ്ണികൾ നിർമര്യാദം. ഉല്ലസിക്കുന്നു പരവൃക്ഷ ശാഖയിൽ പ്രാതരക്ഷികൾ, ഇരുന്നിത്തിക്കണ്ണികൾ നിർമര്യാദം. ഇതില് ഈ കവിതാ പുസ്തകം ഞാൻ 30 വരികളെ ഞാൻ വായിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ വായിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതില് ശ്രീരാധാകൃഷ്ണൻ ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അത് ഒന്ന് മതി, വിദ്യന്മാർ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരും, നല്ല ശിക്ഷ കഴിച്ചവർക്കും ഇല്ല വിശ്വാസമാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ഗ്യാരണ്ടി കിട്ടാന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു എന്താ പറയുക ഗുരുത്വം, അങ്ങനെ എന്താ പറയാ ഒരു അനുഗ്രഹം വേറെ എന്ത് വേണമെന്നാണ്. ആദ്യമായി ശ്രീ രാധാകൃഷ്ണൻ സാറിനാണ് നന്ദി പറയുന്നത്. കാരണം വളരെ അത്യധികം പ്രായമുള്ള ഒരു വ്യക്തി നമ്മുടെ ഈ മഹനീയമായ ഒരു കർത്തവ്യം നിർവഹിക്കാൻ ഇവിടെ വന്നത് നമുക്ക് നൽകിയ ഒരു ബഹുമാനമാണെന്ന് ഞാൻ വിചാരിക്കും. അദ്ദേഹത്തിന് നമുക്ക് നൽകിയതിനേക്കാൾ അദ്ദേഹം നമുക്ക് നൽകിയ ഒരു ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തിയ നമ്മെ അനുഗ്രഹിച്ച ശ്രീ രാധാകൃഷ്ണൻ സാറിന് സർഗസ്വരത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരുന്ന ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് അവസാന നിമിഷം വരെ ഈ സദസ്സിലുണ്ടായിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പക്ഷെ പലർക്കും പല ധൃതികളും പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരിക്കാം നേരത്തെ പോയത്, എങ്കിലും അവരുടെ സാന്നിധ്യം പുസ്തകപ്രകാശന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കും എല്ലാവർക്കും സർഗസ്വരത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.